കിറ്റ് വിതരണം ആരോപിച്ച് തൃശൂരിൽ ചലച്ചിത്ര താരം ദേവനെ അടക്കം കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. എന്നാൽ പരിശോധനയിൽ കിറ്റുകളൊന്നും കണ്ടെത്താനായില്ല. ടി.എൻ. പ്രതാപന്റെ പരാജയ ഭീതി മൂലമാണ് കോൺഗ്രസ് വ്യാജ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുന്നതെന്നും ബി.ജെ.പി. ആരോപിക്കുന്നു. സാനു കെ സജീവ് ചേരുന്ന വിവരങ്ങളുമായി. സാനു, പറയും. രോഹിണി, ഇന്ന് രാവിലെയാണ് ഗൃഹസമ്പർക്കത്തിന്റെ ഭാഗമായിട്ട് കുടുംബയോഗത്തിന്റെയൊക്കെ ഭാഗമായിട്ട് ദേവനടക്കമുള്ള ബി.ജെ.പി. പ്രവർത്തകർ, ബി.ജെ.പി. നേതാക്കൾ ഈ മണലൂരിന്റെ ഭാഗമായിട്ടുള്ള ഈ മണലൂർ മണ്ഡലത്തിലേക്ക് എത്തിയത്. എന്നാൽ മണലൂർ മണ്ഡലത്തിലെ വിവിധ വീടുകൾ സന്ദർശിക്കുന്നതിനിടയിൽ ഇവിടെ ഒരു ഗോഡൗൺ, അതായത് ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്, ആളാണ്, അതിൻ്റെ ഉടമയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഗോഡൗണിൽ ഈ ബി.ജെ.പി. ഈ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്നതെന്ന് അടക്കമുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ ഇവിടെ തമ്പടിച്ച് ഇതിനുശേഷം വലിയ രീതിയിലുള്ള അക്രമം ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം അവർ ആവശ്യപ്പെടുന്നത് ഇതിനുള്ളിൽ ഈ വോട്ടിന് വേണ്ടി അരിയടക്കം വിതരണം ചെയ്യുകയാണോ എന്നാണ്. എന്തായാലും ഇത് അവസാനം പരിശോധന നടത്തിയപ്പോഴത്തേക്ക് അരിയും കിട്ടിയില്ല, കിറ്റും കിട്ടാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നിരുന്ന പ്രതാപനടക്കം ഉൾവലിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ബി.ജെ.പി. പ്രവർത്തകർ ഇവിടെ തമ്പടിച്ച് നിൽക്കുകയാണ്. അവർ ആവശ്യപ്പെടുന്നത് ഈ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചെന്നാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. അതായത് പരാജയ ഭീതി മൂലമാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും വനിതാ പ്രവർത്തകരടക്കം നിരവധി ആളുകളുണ്ട്. എന്താ ചേച്ചി ഇന്നത്തെ ഒരു സംഭവം എന്താണ് ഉണ്ടായത്? ഞങ്ങൾ ഇലക്ഷൻ മറക്കിലായിരുന്നു. അതായത് ലാസ്റ്റത്തെ ദിവസമാണ് ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വോട്ടർമാരെ കാണണം. ഞങ്ങളുടെ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാണ്. ഇല്ലാത്ത പ്രശ്നത്തിന്റെ പുറത്താണ് ഇന്നത്തെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഇവിടെ നടന്നത്. ഇതിന് പിന്നിൽ ആരാണ്? ടി.എൻ. പ്രതാപന്റെ പിന്നില് UDF-ഉം LDF ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവരൊന്നിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അവർ സ്വകാര്യം പറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒക്കെ ലൈവിൽ വന്നിട്ടുണ്ട്. അവരൊരു വിഷമമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഇത്രയും വോട്ടർമാരെ ഒന്നിച്ച് കാണാൻ കിട്ടിയൊരു സാഹചര്യം ഇത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു തോൽവിയുടെ ഭീഷണിയുടെ മുന്നിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ എന്തായാലും വിജയിക്കും. അതായത് ഇവർ പറയുന്നത് ഈ തോൽവി ഭയന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നാടകങ്ങളൊക്കെ ഇറക്കുന്നതെന്നാണ് പറയുന്നത്. ടി.എൻ. പ്രതാപനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ നിരവധി വാർത്തകൾ കൊടുത്തതാണ്. പോസ്റ്റർ യുദ്ധത്തിന്റെ ക്യാപിറ്റലാണ് കോൺഗ്രസിന്റെ തൃശ്ശൂർ ജില്ല. അതിന്റെ ഈ കോൺഗ്രസിൽ മണലൂർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ടി.എൻ. പ്രതാപനെതിരെ തൃശ്ശൂരിന്റെ പല ഭാഗങ്ങളിലും പോസ്റ്ററുകളടക്കം പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്തായാലും പരാജയ ഭീതിയാണ് ഇപ്പോഴത്തെ ഈ കാര്യങ്ങൾക്ക് പിന്നിൽ, ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ നിന്നാണ് പറയുന്നത്. എന്തായാലും ബി.ജെ.പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുജയ് സേനൻ കൂടി ചേരുകയാണ്. സുജയ് സേനൻ അല്പം മുമ്പ് വ്യക്തമാക്കിയത് മതഭീകരവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ടി.എൻ. പ്രതാപൻ ഇവിടെ വോട്ട് തേടാൻ ശ്രമിക്കുന്നുവെന്നാണ്. എന്താണ് അത് തന്നെയല്ലേ? അതെ, ഇവിടെ സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ടി.എൻ. പ്രതാപൻ കൊലക്കേസ് പ്രതികളും ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതുമായിട്ടുള്ള ഷാജഹാൻ, സഗീർ തുടങ്ങിയിട്ടുള്ള ക്രിമിനലുകളുമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. ആ ക്രിമിനലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ബി.ജെ.പി. പ്രവർത്തകരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമുണ്ടായി. ഇവിടെ ബി.ജെ.പി. നേതാക്കൾ വളരെ ശ്രമകരമായി പണിപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഒരു സംഘർഷാന്തരീക്ഷം ഉണ്ടാകാതെ സൂക്ഷിച്ചിട്ടുള്ളത്. ഇത് പരിശോധനയിൽ എന്തെങ്കിലും കണ്ടെത്താനൊക്കെ സാധിച്ചു ഇവർ ആരോപിക്കുന്നത്? അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും സ്റ്റാർ ക്യാമ്പയിനറായിട്ടുള്ള ദേവൻ ഈ മണലൂർ നിയോജകമണ്ഡലത്തിലെ നിരവധി കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനും ഗൃഹസമ്പർക്കം നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഇന്ന് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വീട്ടിലെത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവർ വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്താണ്, കാലക്കൂട്ടി ഷെഡ്യൂൾ ചെയ്താണ് ഓരോ വീടുകൾ സന്ദർശിക്കുക, അവിടെ പൗരപ്രമുഖരെ കാണുക, ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ മണലൂർ എത്തിയതെന്നാണ് ബി.ജെ.പി. പറയുന്നത്. എന്തായാലും ഇവിടെ ഈ ദേവനെ അടക്കമുള്ളവരെ എത്രയും വേഗം പുറത്തേക്ക് വിടണമെന്നാണ് ബി.ജെ.പിയുടെ പ്രധാന ആവശ്യം. കാരണം തെരഞ്ഞെടുപ്പാണ്, നിരവധി ആളുകളെ കാണാനുണ്ട്, യോഗങ്ങളിൽ പങ്കെടുക്കാനുണ്ട്. ഈ കോൺഗ്രസിന്റെ ആവശ്യപ്രകാരം പോലീസ് ഇത്തരത്തിൽ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. ശരി, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് ഗൃഹസമ്പർക്കത്തിൽ ഏർപ്പെട്ടത്. പക്ഷേ ദേവനെ അടക്കമുള്ള ബി.ജെ.പി. NDA പ്രവർത്തകരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു വെച്ചത്. ടി.എൻ. പ്രതാപന്റെ പരാജയ ഭീതി മൂലമാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായത് എന്നാണ് ബി.ജെ.പി. പ്രവർത്തകർ ആരോപിക്കുന്നത്. എന്തായാലും കിറ്റൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇടതിനെയും വലതിനെയും സംബന്ധിച്ചിടത്തോളം NDA ബി.ജെ.പി. നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും ഒക്കെ മുന്നേറ്റം വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയായി മാറുകയാണ്.